പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് പുറത്തിറക്കുന്ന ചരിത്ര പുസ്തകത്തിലേക്ക് 3ാമത് എപ്പിസോഡിന് എത്തിച്ചേർന്ന പ്രിയങ്കരനായ താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ പ്രിയങ്കരനായ അമരക്കാരൻ പ്രസിഡന്റ് കാലകത്ത് ഹംസു സാഹിബ്. 2 ദിവസം നമ്മൾ 2 എപ്പിസോഡ് നടത്തി. അതിൽ പൂർണ്ണമാകാത്തതുകൊണ്ട് ഒരു 75% അതിലേക്ക് എത്തിയിട്ട്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ചയോടുകൂടി പരിപൂർണ ഒരു സ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചതൊക്കെ പഴയ പള്ളിയുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രങ്ങളും, അതുപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, മറ്റ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതുവരെ സംസാരിച്ചത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ പള്ളിയുമായി പുനർനിർമ്മിച്ച പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും മറ്റ് വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ചർച്ചയിലേക്ക് നേരിട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, ഹംസു സാഹിബ് നമ്മുടെ പ്രിയങ്കരനായ താഴേക്കോട് മഹല്ല് പ്രസിഡന്റ്, അദ്ദേഹം 3ാം എപ്പിസോഡാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഒരു സമ്പൂർണ്ണ ചരിത്രമാണ് താഴേക്കോടിൻ്റെ. 3 നൂറ്റാണ്ടിൻ്റെ ചരിത്രം അദ്ദേഹത്തിന് വ്യത്യസ്തമാണ്. അത് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ഹംസു സാഹിബ്, ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ 2 ദിവസം 2 ടേമായിട്ട് പറഞ്ഞു തീർത്തത്, ലാസ്റ്റിൽ നമ്മൾ ഖത്തീബിൻ്റെ റിട്ടയർമെൻറ്റും പെൻഷനും, അതോടൊപ്പം തന്നെ നമ്മൾ കോംപ്ലക്സിൻ്റെ അതിൽ ആണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. നമ്മൾ ഈ കോംപ്ലക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ താഴേക്കോട് മഹലിനെ സംബന്ധിച്ച് നമ്മളൊരു വിഷയം എടുത്തിട്ടാൽ അതാണ് പൂർത്തിയാവും. തീർച്ചയായിട്ടും അത് അള്ളാന്റെ കുതിർത്താണ്. അല്ലാണ്ട് നമ്മളാരും കഴിവല്ല. പടച്ചവനൊരു തീരുമാനിച്ചിട്ട് അതാണ് നടക്കും. അതല്ലെങ്കിൽ ഒരിക്കലും ഒരു ഉറുപ്പിക അക്കൗണ്ടിൽ ഇല്ലാതെ തുടങ്ങി വെച്ചത് ഈ രൂപത്തിലേക്ക്. അത് നമ്മളെ സ്റ്റാർട്ടിങ്ങിന് കുറ്റിയറിയാങ്ങളെ ഒരു ഇവിടെ മരിച്ചുപോയ പണ്ടത്തെ ആൾക്കാർ അമൃതങ്ങൾ പോയപ്പോൾ അമൃതങ്ങൾ, അതിൻ്റെ ഒരു പള്ളി സ്ഥാപകൻ, ഇവരൊക്കെ ആ പഴയ കാലമുണ്ടല്ലോ, അവരുടെ ആ ആത്മാർത്ഥത ഇന്നും നമുക്ക് നല്ല. അപ്പൊ എന്തൊരു വിഷയം, പ്രധാന വിഷയങ്ങൾ ഞാൻ തന്നെ അവതരിപ്പിക്കുക. ഇപ്പൊ ഇവിടെ മഴയത്തെ നിരക്ക് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 18 ലക്ഷം ഉറുപ്പിക ഒരു മാസം തന്നില്ല. അപ്പോൾ തന്നെ പിടിച്ചെടുത്തു. പിരിവ് നിർത്തിയെന്ന് നമുക്ക് പറയാം. അത് അത്ര പെട്ടെന്ന്. പിന്നെ ഇതിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ തന്നെ ചെറിയ പ്ലാനത് ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മളെ മറ്റേ വലിയൊരായിന് കുഞ്ഞായ്മൂല കൂടെ കൂടി പെട്ടെന്ന് 5-6 റൂം ഒന്നിച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ അത് വന്നപ്പോ അതുപോലെ നസീർ, അപ്പൊ അവർക്ക് 6 റൂം വേണമെന്ന് പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് ഇത് പെട്ടെന്ന് പോവുക എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു റൂം അലോട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഇതിലൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരുന്നു. ആ റൂം ഒന്നിച്ചൊരുക്ക് വേണമെന്ന് പറയുമ്പോൾ പിന്നെ ആളൊന്നിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെറ്റി ഷോപ്പല്ലാണ്ട് വലിയ ഷോപ്പുകൾ വരുന്നുള്ള പ്രതീക്ഷയാണ്. 100%. ആ ഒരു ഷോപ്പ് തന്നെയാണ് ഈ കോംപ്ലക്സിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഷോപ്പ്. ഫാമിലി ബസാർ തന്നെയാണ് നല്ല രീതിയിൽ. പിന്നെ നമുക്ക് ഈ കോംപ്ലക്സിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ എടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ പള്ളി ഖബർസ്ഥാനത്തിന്റെ മുകളിൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഇന്നതൊക്കെ ഇവിടെ ചെയ്യാവൂ, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കമ്മിറ്റിയിലും പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഗവൺമെന്റ് നോക്കുന്നുണ്ട്. കാരണം ഉദാഹരണം, നമുക്ക് ഇതിനകത്തൊരു കോഴിപ്പീടിയ പറ്റൂല, ഒരു ഇറച്ചിക്കട പറ്റൂല, പച്ചമീൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മള് സ്ലാബിന്റെ മുകളിൽ ബീമിന്റെ പില്ലറിന്റെ മുകളിൽ ഒരു സിമെന്റ് കട ഇതിനകത്ത് പറ്റൂല. ഒന്നിച്ച് ഹോൾസെയിൽ അരിക്കട പോലും ഇവിടെ പറ്റൂല. നമുക്ക് ലിമിറ്റഡ് കപ്പാസിറ്റി. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും തലമുറ കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരെ വരിക. അപ്പൊ അവര് എന്തുകൂടെ കയറ്റും. അതുകൊണ്ട് നല്ല സ്ട്രോങ്ങില് ഈ സ്ട്രക്ചർ എഞ്ചിനീയർ നമ്മളെ പോയ കുട്ടി അയാളിവിടെ ആനമങ്ങാട്. അയാളെ എൻ്റെ ഒരു സുഹൃത്താണ്. നമ്മളെ മൈനർ ഇറിഗേഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. എൻ്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണ് അയാൾ കൊണ്ട് ഇതിന്റെ പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ കൺസൾട്ടിങ് എഞ്ചിനീയറായിട്ട് ഇതിന്റെ മോൻ തന്നെയാണ്. അപ്പോൾ മൂപ്പരാണെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് ആ പ്ലാനും കാര്യങ്ങളും. അപ്പോൾ ഇതിന്റെ മറ്റേ സ്കെച്ചും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് പൈസ ചിലവാണ്. അപ്പോൾ അതിനൊരു 50 രൂപ കൊടുത്തു ഈ പ്രിന്റിങ്ങിനുള്ളത്.
പിന്നെ എത്ര തവണ വന്നിരിക്കുന്നത്, ഒരു തവണയെങ്കിലും അയാൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ചിന്ത. അയാളോട് എന്നോട് ചോദിക്കില്ല അയാൾ തമ്മിൽ ബന്ധത്തിന്റെ കഴിഞ്ഞ നവംബറിൽ ഞാൻ സെക്രട്ടറി സ്ഥാനം മാറുന്നതിൻ്റെ തലേ മാസം 1,00,000 ഉറുപ്പ്യ ഉണ്ടാക്കി നിങ്ങളെ എണ്ണ പൈസ അറിഞ്ഞാണ്ട് ഞാൻ കൊടുത്തു 1,00,000. അത് കമ്മിറ്റിയിൽ നമ്മൾ എന്നോ തീരുമാനിച്ചായിരുന്നു 1,00,000 മൂപ്പര് കൊടുക്കണമെന്ന്. പൈസ ഇല്ലാത്തത് കൊടുത്തു. കാരണം ഞാൻ മാറിപ്പോയാൽ ചിലപ്പോൾ അത് കാശ് ഉണ്ടാക്കിങ്ങാണ്ട്. അപ്പോൾ അതിലേക്ക് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി തന്നെ കാശ് തികയാതെ വന്നപ്പോൾ 2 ഐറ്റം കാശുകൾ നമുക്ക് വേറെ വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചല്ലോ, മണ്ണാറുമല ആ ഭാഗത്ത് 45 കിട്ടി, എന്നിട്ട് അവിടെ സ്ഥലം കിട്ടി. ആ സ്ഥലം നമ്മളൊരു എമൗണ്ട് തീരുമാനിച്ചിട്ട് റഫീഖിന് കൊടുക്കാനുള്ള പൈസയൊക്കെ സ്ഥലം കൊടുക്കും. പ്രത്യേകം ഈ ഒരു വിഷയത്തിൽ എടുത്ത് അഭിനന്ദിക്കണം. നല്ല രീതിയിലാണ് ഇന്നോടത്ത് ഇന്നമാതിരി കമ്പ്യൂട്ടറിനത് പറഞ്ഞ അതുപോലെ നല്ല രീതിയിലാണ് പണി. പിന്നെ സിമെന്റിലോ കമ്പിയിലോ ഒരു കാര്യത്തിലോ കാണിച്ചിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞോ അതോ ഇത് ടാറ്റ സ്റ്റീലാണ്. ഏറ്റവും നല്ല അതായത് ഇന്നത്തെ പാർലമെന്റ് ഉണ്ടാക്കി അതിന് ഉപയോഗിച്ച കമ്പി സിമെന്റും അൾട്രാടെക് സിമെന്റ്, ഈ 2 സിമെന്റ് മാത്രമേ ഉപയോഗിക്കാവുന്ന ഞാൻ പറഞ്ഞു. അത് രണ്ടും അത്ര സ്ട്രോങ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ ഇവിടുന്നൊക്കെ ആൾക്കാർ നാട് വിട്ടിട്ട് ബോംബെയിലേക്ക്, അവിടെ നമുക്കൊരു റൂമുണ്ടായിരുന്നു. ആ റൂം അന്യാധീനപ്പെട്ട് പോകും. കാരണം നമ്മളെ ആൾക്കാരും ഇല്ലാതെ ഒരു മാനക്കുട്ടി മാത്രം താമസിച്ച് എടപ്പാളൊരു കയ്യടക്കി വെക്കും. അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളൊക്കെ കൂടെ പോയി. അവിടെ വേറെ പല രീതിയിൽ നമ്മൾ മോമോട്ടി മമ്മൂട്ടി ഞാൻ അംശം നമ്മൾ എല്ലാവരും കൂടെ ചെന്ന് ഒരു 2-3 പോയിട്ട് അവരെ ഒഴിവാക്കിയതിന് ശേഷം അവിടെ മുനിസിപ്പാലിറ്റി ഒരു പുതിയൊരു നിയമം വന്നു, ഇത്ര കൊല്ലം പഴക്കമുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു കളയും. അങ്ങനെ ഈ ബിൽഡിംഗ് മൊത്തം പൊളിക്കുക എന്നുള്ളൊരു സംഗതിയിൽ വന്നപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നോക്കിയില്ല, നമുക്ക് ആകെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ വരിക്കോടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ആ കൈവശാവകാശം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അതിന് പൈസ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ റെക്കോർഡുകൾ നോക്കുന്നത് താഴെക്കോട് മറ്റേ മലബാരി സെയ്ദിൻ്റെ പേരിലാണ്, നമ്മുടെ ചോലക്ക സീതാക്കാൻ്റെ പേരിലാണ് അവിടെ കൊടുത്തത്. നമുക്കൊന്നും ആർക്കും ഒരു അവകാശമല്ല ഒരു പേര്. അപ്പം ഞാൻ അവരെ കുടുംബങ്ങളെ സമീപിച്ചു. ഇവർ പലതവണ നിർബന്ധിച്ചിട്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ തറവാട്ടിൻ്റെ അയൽവക്കത്തല്ലേ, ഞാൻ എന്ത് പറഞ്ഞു അത് കേൾക്കുന്നവർ. അങ്ങനെ അഹമ്മദിനെ പലതവണ ഞാൻ അങ്ങോട്ട് വിട്ടു. അവസാനം ഇത് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇന്ന് നമ്മളെ ഭൂമി പോയ മാതിരി കൈവശാവകാശം അവർക്കുള്ളത്, നമുക്ക് താഴെക്കുട്ടികൾക്കോ ആർക്കും ഒരു ഉറുപ്പിൻ്റെ അവകാശമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരെ കൊണ്ട് അവർ പോയി ഒക്കെ ആയി. അവരുടെ പേരിൽ മറ്റേ ആദ്യം നമ്മൾ സീതാക്ക മരിച്ചു, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അഹമ്മദിനെ ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തി വന്നു. അപ്പോഴത്തിന് അഹമ്മദ് ആശുപത്രിയിലായി, അഹമ്മദും മരിച്ചു. അപ്പോഴത്തിന് വീട്ടും അവകാശികൾ മാറി. ഇവരെല്ലാം വിളിച്ചെടുത്ത് കെട്ടിച്ചവരൊക്കെ വിളിച്ചു വരുത്തി, അയാൾ 2ാമത്തെ ഭാര്യനെ വിളിച്ചു വരുത്തി, അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ അവകാശം നമുക്ക് ഒഴിമുറിയാണ് കൊടുക്കുക, അതിന് ഞാൻ നല്ലൊരു പ്രതിഫലം നിങ്ങൾക്ക് അതിന് കിട്ടുന്നത് തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം റുപ്യ അവർക്ക് കൊടുത്തിട്ടാണ് എന്നിട്ടുണ്ട്. ഇത് 40-നെ നമ്മൾ മൻസൂറിന് കൊടുക്കുന്നത്. ആ മൻസൂർ അപ്പോഴും ഞാൻ മൻസൂറെ ഇത് പൊളിച്ചിട്ട് അണക്കെന്നെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 40 ലക്ഷത്തിന് അത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ മലബാരി സെയ്ദിൻ്റെത് അഹമ്മദിൻ്റെ പേരിലാക്കി മാറ്റാൻ തന്നെ അവിടുത്തെ ബിൽഡിംഗ് ഓണർക്ക് 5 ലക്ഷം റുപ്യ എടുത്തു. എന്നെ ഇവിടുന്ന് മൻസൂർ വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കയ്യോണ്ട് അയാൾക്ക് 5 ലക്ഷം എന്നിട്ടാണ് സീതാക്കാൻ്റെ മകൻ്റെ പേരിൽ മാറ്റി തന്നത്. ആ മകൻ പിന്നെയും മരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ചെന്ന് അതിൻ്റെ കാശ് കിട്ടിയപ്പോൾ പിന്നെ പല രൂപത്തിലൊക്കെ അല്ലേ വേഗം ഞാനത് കെട്ടിയ ഉടനെ നമ്മൾ ഇതിൻ്റെ പ്രതിസന്ധിയിലാണ്. വേഗം 25 ലക്ഷം റുപ്യ ബിൽഡിങ്ങിലേക്ക് മാറ്റി. അങ്ങനെ അതിൻ്റെ 25 ലക്ഷം, 10 ലക്ഷം അതിൻ്റെ യഥാർത്ഥ കൈവശക്കാർക്ക് കൊടുത്തു. അപ്പോൾ 35 കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ ഞാൻ സെക്രട്ടറി സ്ഥാനം മാറുന്നതിൻ്റെ തലേ മാസം 3.5 ലക്ഷം റുപ്യയും കൂടി അതിൽ കിടക്കുന്നു. വേഗം അതെടുത്തിട്ട് പള്ളിക്ക് മാറ്റിയത്. അതിനാണിപ്പോൾ ഈ കക്കൂസിൻ്റെ പണിക്കുള്ള 1 ലക്ഷം ഇവിടെ AP സ്റ്റോറിൽ കൊടുത്തു, 1 ലക്ഷം നമ്മുടെ
ഇയാൾക്ക് എഞ്ചിനീയർക്ക് കൊണ്ടു കൊടുത്തു. കൊടുത്തു. പിന്നെ അതിൽ 38 അങ്ങനെയായി. പിന്നെ 2 ചില ലക്ഷം റുപ്യ ചെലവ് തന്നെയാണ് വന്നിരുന്നു, പോകാനും പോരാനും. അങ്ങനെ കൂടെ ഒരു 25 നമുക്ക് അതുകൂടി കിട്ടി, ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായി പറയാൻ മാത്രം. അപ്പൊ അത് അനുബന്ധ ചോദ്യം കൂടി ഇപ്പൊ ആ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ അത് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും അത് മൂപ്പർക്കായിട്ട് പേരിലായിട്ടില്ല. ആയിട്ടില്ല. അങ്ങനെ നിൽക്കാൻ പറ്റും. ഏതായാലും അത് വലിയൊരു ചരിത്രമാണ്. ഈ താഴെക്കോട് റൂം എന്ന് പറഞ്ഞാല് എല്ലാരും അറിയും. താഴെക്കോട്ടെ റൂം എന്ന് പറഞ്ഞാല് ബോംബെ മുഹമ്മദ് അലി റോഡിൽ മാർക്കണ്ടായ ബിൽഡിങ്ങിന്റെ നേരെ എതിരും ബാജിബാല 52/23 ബാജിബാല സ്ട്രീറ്റ്, ബോംബെ. ആ അഡ്രസ്സിലുണ്ട്. അതെ, മുഹമ്മദ് റോഡ് എന്ന് പറയും. മർക്കണ്ടറി ബാങ്കിന്റെ നേരെ അങ്ങനെ ഒരു 25 കൂടി നമുക്ക് ഇതിലേക്ക് കിട്ടി. പിന്നെ ഒരു 3 കൂടി പള്ളിയിലേക്ക് കിട്ടി. 28 കിട്ടി. 10 അവർക്ക് കൊടുത്തു, 38. പിന്നെ ചെലവുകളൊക്കെ 1.5 അനുബന്ധ ചെലവുകളൊക്കെ കുറെ വന്നു. അങ്ങനെ അത് ഡിസ്പോസ് ചെയ്തു. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇടപെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഡിസ്പോസൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കഴിക്കാം. അതുകൊണ്ടാണ്, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ. അപ്പൊ ആ വിഷയം അങ്ങനെ നമ്മൾ പോകുമ്പോൾ അല്ല ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നീ കാണുന്ന രൂപത്തിൽ. പിന്നെ നമ്മളെ ഖത്തീബിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ എന്ത് പ്രസാദ് പലതും ഉണ്ടായിരുന്ന ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു. എന്തെന്നാണെങ്കിലും അയാളെടുത്ത് ചെന്നാൽ ഒരു 2 വശമില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. തീർച്ചയായും പല പള്ളികളിലും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുന്നത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. പക്ഷെ ഇയാള് പിന്നെ ഖത്തീബ് എന്താന്ന് വെച്ചാൽ ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായി കുറഞ്ഞ പോയിന്റുകൾ ആരെയും പരാമർശിക്കാത്ത രൂപത്തിൽ മൂപ്പര് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. അതിന് നല്ലൊരു കഴിവായി പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് ഫൈസി മൂപ്പര് അബ്ദുറഹ്മാൻ ഫൈസി 33 വർഷം താഴെക്കോട് ടൗൺ ജുമാ മസ്ജിദിൽ സേവനം അനുഷ്ഠിച്ച 33 വർഷം. 4ാമത്തെ കൊല്ലം പോണത് കെ പി അബ്ദുറഹ്മാൻ ഫൈസി രാമപുരം സ്വദേശിയാണ്. നമ്മളെ ഹൈദരൂലിയുടെ ഇളയച്ചനാണ്. പ്രധാനപ്പെട്ട 2 പേരും കൂടി പേരും അല്ല എല്ലാരും പേരും. അപ്പൊ അവര് നമ്മൾ ഖത്തീബിന് ഞാൻ ഈ പറഞ്ഞ ഖത്തീബിന്റെ കാര്യം എടുക്കാൻ കാരണം മൂപ്പര് നമ്മൾ കമ്മിറ്റി കൂടി, മൂപ്പര് റിട്ടയർമെന്റ് സംസാരിച്ച്, മൂപ്പര് പെൻഷൻ കൊടുക്കാന്നുള്ള തീരുമാനിച്ചപ്പോ എല്ലാവർക്കും അതൊരു ഉത്സാഹമായി. എല്ലാവർക്കും ചിലർ 3 വേണമെന്ന് പറഞ്ഞു, അതൊന്ന് പോലെ 5 വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്മിറ്റി ഐക്യകണ്ഠേന നമുക്കൊരു 5 കൊടുക്കാന്നുള്ള 5000 രൂപ പ്രതി മാസം തീരുമാനിച്ചു. അങ്ങനെ അതൊന്നും എടുത്ത് പറയണം. കാരണം തീർച്ചയായും കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു പിന്നെ സേവനം ചെയ്ത ഒരു പിന്നെ മറ്റേ ഖത്തീബിന് പ്രതിമാസം പെൻഷൻ എന്നുള്ള സമ്പ്രദായം നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ല. 33 വർഷം സേവനം ചെയ്തു എന്നുള്ളത് മരിക്കോളം പ്രതിമാസം 5000 രൂപ പിന്നെ ഒരു പെൻഷനായിട്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് 30 കൊല്ലത്തെ ക്വാളിഫൈങ് സർവീസാണ്. അതിന് ശമ്പളത്തിന്റെ പകുതി കൊടുക്കണം. എന്നാലും വലിയ മൂപ്പര് പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മൂപ്പര് തന്നെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരിക്കലെങ്കിലും എന്നോട് ഇന്ന് വേണമെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു തവണ ഇത് മോട്ടിവേഷനെ ആളത് കൊടുക്കാനൊക്കെ ഏൽപ്പിക്കില്ല. ആദ്യം നമ്മളെ കുറച്ചാലും മോട്ടിവേറ്റ് ചെയ്യുന്ന, പിന്നെ 2013 ശേഷം മമ്മൂട്ടി മോളിയത്തൂർ 2013 മുതൽ 15 അല്ലല്ല 2003 മുതൽ മാളികത്തോടി മമ്മൂട്ടി വെച്ചിരുന്നു. അതിനു മുമ്പേ പിന്നെ കൊളച്ചാലിൽ മൂപ്പര് മരിക്കുന്നവര് മൂപ്പരാണ്. കൊളച്ചാലിൽ മമ്മൂട്ടി മരിക്കുന്നത് ശേഷം വർഷങ്ങൾ ചിലപ്പോ 2003 മൂപ്പര് നമ്മള് പ്രത്യേകിച്ച് ക്യാൻറ്റീൻ കഞ്ഞി അത്ര ഏൽപ്പിച്ചിരുന്നു. ബാക്കിയെല്ലാ കണക്കുകളും പിന്നെ. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ സാലറി ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ വളരെ പുറകെ ഖത്തീബിന്റെ സാലറി. അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ എത്രയാണ് സാലറി? ആ വർഷം തന്നെ 2000 കൂട്ടി, പിറ്റേ വർഷം 2000 കൂട്ടി. അങ്ങനെ 15ലേക്ക് വേണ്ട 3 വർഷം കൂടെ കൊണ്ടുപോകും. പോകുന്ന അന്നാണ് പിന്നെ കൂട്ടി 16 ആയിട്ട്. കാരണം നമുക്കൊരു തർക്കിക്കാറില്ല, ചോദിക്കാറില്ല. അങ്ങനെയാണ് നമുക്ക് നല്ല ഒരു മഹലിന് എന്നും നമ്മുടെ മഹലിൽ ജനങ്ങളുടെ ഹൃദയത്തിലൊരു സ്ഥാനം
പിന്നെ അതെന്താ വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഒരു ഫാമിലി എല്ലാം കൊണ്ടും ഹൈയസ്റ്റ് ആയിട്ട് സെറ്റപ്പ് ആയിട്ട് പോലും പിന്നെ ഫാമിലി നല്ല നിലയിൽ പോകുന്ന സമയത്ത് പോലും ഇവിടുന്ന് മാറി പോവാ എന്നുള്ള ചിന്ത മുമ്പേക്ക് വന്നിട്ടില്ല. ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ ഉണ്ട് മക്കള് നല്ല നിലയിൽ നിൽക്കുമ്പോഴും ഇവിടെ ഒരു സേവനം നടത്തുന്നത് നിർത്താതെ അവർ മുന്നോട്ട് പോകാന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സേവനം എടുത്തു പറയേണ്ട വിഷയമാണ്. ആ താഴെക്കൂട്ടുകാരുടെ ഹൃദയത്തിലെ സ്ഥാനം നേടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് അന്നും ഇന്നും തന്നെ. ഇന്നിപ്പോ അദ്ദേഹം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും അറിയാതെ നമ്മൾ ഇടിച്ചു പോകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നീ കാണുന്ന രൂപത്തിലൊക്കെ ആയി. പിന്നീടാണ് നമ്മൾ കോളേജായി, കോംപ്ലക്സ് ആയി, ഹോസ്റ്റലായി, ക്യാൻറ്റീനായി, മറ്റേ അതുപോലെ നമ്മുടെ ഓഡിറ്റോറിയം എല്ലാം ആയി. അതുപോലെ നമ്മൾ ഈ വഴി മേച്ചിലുണ്ടായിരുന്നു. പള്ളിൻ്റെ മുകളിലൊരു 5-6 ലക്ഷത്തിന് നമ്മൾ മേച്ചിലുണ്ടായി. പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം, ബാത്റൂം, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പള്ളി ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ പല വെള്ളിയാഴ്ചകളിലും ജുമ്മായ്ക്ക് വന്ന ആൾക്കാർ മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് നമ്മൾ 2000-3000 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ പിന്നെ അടുത്ത ഘട്ടം നമ്മുടെ പള്ളി വിപുലീകരണം നമുക്ക് അന്ന് ചെയ്ത. അപ്പോൾ ഈ കോംപ്ലക്സിൻ്റെ കഴിഞ്ഞോടുകൂടി തന്നെ ആ എഞ്ചിനീയർക്ക് ഞാൻ 2 ഭാഗം കൂടിയായിട്ട് ഒരു 1000 ആൾക്ക് നിസ്കരിക്കണ്ടേ ഒരു സിമ്പിളായിട്ടുള്ളൊരു പദ്ധതി കൊണ്ടുവരും. അത് കമ്മിറ്റി അംഗീകരിച്ചു. 1 കോടി ഉറപ്പിച്ചാൽ 1000 ആൾക്ക് കൂടുതൽ നിലവിലുള്ള ഒരു സിമ്പിൾ പരിപാടിയാണ്. അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ 1-2 കമ്മിറ്റിയിൽ ഇതിനെ ചർച്ച ചെയ്ത് വന്നപ്പോൾ പള്ളി സൗകര്യങ്ങൾ മാത്രം പോയാൽ നമുക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കാണാനും കൂടി രൂപത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴാണ് നമ്മൾ ബീരാ സാഹിബിൻ്റെ മോൻ്റെ ബീരാ സാഹിബിൻ്റെ മോൻ സബീർ അസോസിയേറ്റ്സിൻ്റെ അടുത്ത് പോയി. മൂപ്പരാട് പല പള്ളികളും ഉണ്ടാക്കി. അതൊക്കെ നമ്മൾ പോയി കണ്ടു. അതെല്ലാം കണ്ട് അയാൾ ഒരു പ്ലാൻ ഉണ്ടാക്കി തയ്യാറാക്കിയതിന് ശേഷം കമ്മിറ്റിയിൽ വെച്ചു. മൂപ്പരും കമ്മിറ്റിയിൽ വന്ന് അവതരിപ്പിച്ചു. അപ്പൊ ഞാനും കേക്കും നിലവില് കേക്കിക്കര അബൂബക്കർ മുസ്ലിയാര് പിന്നെ നിലവില് പള്ളിയുടെ കാളിയായിട്ട് ഞാനും മൂപ്പരും നിലവിലുള്ള പള്ളി പൊളിക്കാൻ പാടില്ല എന്നുള്ളത് നിർദ്ദേശത്തിലാണ്. അതിനാ ഒരുപാട് ആൾക്കാരും അതാണ്. അപ്പോ ഭൂരിഭാഗം ആൾക്കാരും പള്ളി പൊളിക്കാനായിട്ടില്ല. കാരണം 78-ലല്ലേ വാർത്തിട്ടുള്ള ആ നിലപാടിൽ നിൽക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അവരെ ആ നിലപാടിൽ നിന്ന് അല്ലാന്ന് പറയാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണം ഞാൻ സമയത്ത് പറയട്ടെ. നമ്മൾ 921 മണ്ണാർക്കാട് കുറേ ആൾക്കാർ സംഘടിച്ചിട്ട് കല്ലടി കമ്മാപ്പാച്ചിനെ പിടിച്ചു. ഈ പട്ടാളക്കാരൊക്കെ വരുന്ന പാലക്കാട് നമ്മൾ ആ നെല്ലിപ്പഴം പാലാണ് പൊളിക്കാതാണ്. അപ്പൊ അയാൾ എന്ത് പറഞ്ഞു, ആയിക്കോട്ടെ നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. അവിടെ എനിക്ക് നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ചോദിച്ചു, നമുക്ക് അരി സാമാനം എവിടുന്നാ വരുന്നത്? പാലക്കാട്. ഇങ്ങനെ ഓരോന്ന് എവിടുന്നാ വരുന്നത് ചോദിച്ചു. പാലക്കാട്. അപ്പൊ ഈ പൊളിക്കാൻ വന്നോലെന്നെ പറഞ്ഞു നമുക്ക് പൊളിക്കാം. അതുപോലെ ഇതിങ്ങനെ ആയി വന്നപ്പോൾ പിന്നെ ഞാൻ ഈ പ്ലാന് മൂപ്പരോട് ചോദിച്ചു. പിന്നെ പൊളിക്കണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് മൂപ്പര് അംഗീകരിച്ച്. എങ്ങനെ അത് പരിപാടി വിളിച്ചു. മുകളിലെ നമ്മൾ ഷീറ്റിട്ടത് പൊളിച്ച് കളയാം, മുകളിലൊരു നില പൊളിച്ച് കളയാം, അല്ലിച്ചോ. പിന്നെ ആ പള്ളി പുറത്തെ പള്ളി ഉണ്ടല്ലോ അതും പൊളിച്ച് കളയാം. അപ്പൊ പിന്നെന്താ ബാക്കി ചോദിച്ചു. അപ്പൊ ബാക്കി ആ സ്കെൽറ്റന് ഇത് പൊളിക്കുന്നതോടുകൂടി അതിന്റെ ചുമരിളകി, ഫൗണ്ടേഷൻ ഇളകി, എന്താണ് നിൽക്കണം. പിന്നെ 16 അടി ഹൈറ്റിൽ മറ്റുള്ളതൊക്കെ ഉണ്ടാക്കാം. ഇത് 12 അടി ഹൈറ്റിൽ നിൽക്കാം. ഉള്ളിലെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കോണി വെക്കാം. എങ്ങനെ? അപ്പൊ വീണ്ടും ജനറൽ ബോഡി വിളിച്ചു. ഇതാണ് ഇതിന്റെ അവസ്ഥ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ രൂപത്തിൽ എങ്ങനെ പോവാന്ന്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇത് മാറ്റണം. പിന്നെ ഇതങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ ഒരു ജനറൽ ബോഡി വിളിച്ചിട്ട് തീരുമാനം അറിയിച്ചു. ഇന്നതാണ് ഇന്ന മാതിരിയാണ്. നമ്മൾ നല്ല ഒരു ഇത് ഏറ്റെടുത്തിട്ടാണ് ഒരുപാട് അരി തരി നോക്കി പൈസ ഉണ്ടാക്കണം. എന്നിട്ട് ഇത് നാളെ ഒരു കോലക്കടായിട്ട് ഉണ്ടാക്കാൻ നമ്മളത് മുഴുവൻ പൊളിക്കാന്നൊരു അഭിപ്രായം വന്നിട്ട് എല്ലാവരും സംഭവിച്ചു. അങ്ങനെ 1-2 ആൾക്കാർ ഇപ്പോഴതിന് പ്രതിഷേധത്തിലുണ്ട്.
ഇത് സ്വാഭാവികമായിട്ട് എന്നോട് തെറ്റിയതിന്റെ പണി പള്ളി പൊളിക്കാൻ കൂട്ട് നിന്നില്ലേന്ന് എന്നോട് ചോദിച്ചു. പണ്ട് എന്തുകൊണ്ടാണ് കാലത്തിനനുസരിച്ചുള്ള ഒരു രൂപമാറ്റത്തിനുള്ളത്. അന്ന് അത് പൊളിക്കാതെ ഈ ചുറ്റുപാടുണ്ടാക്കിയിരുന്നെങ്കിൽ നാളത്തെ തലമുറ ആരെ ഇത് ഉണ്ടാക്കി ചോദിക്കും. ഇന്ന് ഇത് ഉണ്ടാക്കിയാൽ ആരാന്നാ ചോദിക്കും. അതാണ് മാറ്റം. അല്ല, അത് ഓരോ താഴെക്കൂട്ടുകാരനും ഓരോ താഴെക്കൂട് മാലിന്യ നിവാസിക്കും ഇതിൽ അഭിമാനമാണ്. കാരണം പുറത്തുനിന്ന് കിട്ടുന്ന വാക്കുകളും ഓരോ അതിന് ഭയങ്കര വിഷയമാണ്. ആളുകൾ വന്നിട്ട് പറഞ്ഞു താഴെക്കൂട് സംഭവമാണ് അത് സംഭവമാണ്. പിന്നെ അത് ഇനി വേറെ രസം കൂടി ഇല്ലേ, മറ്റേ ആനമങ്ങാട്ടുന്നൊരു പാർട്ടി ഒരു പിരിവിന് വന്നു. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു എടുക്കാനും പതക്കാനും പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാര്യങ്ങൾ താഴെക്കോട് മഹൽ എന്ന് പറഞ്ഞാൽ നിങ്ങള് വമ്പ പാർട്ടിയല്ലേ, നിങ്ങൾക്ക് എന്താ ഇതൊക്കെ പ്രശ്നം? സത്യത്തിൽ നമുക്ക് ഇതിലൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നത് നമ്മുടെ നോട്ട് നിരോധനവും നമ്മുടെ കോവിഡും. ഇല്ലെങ്കിൽ അല്ലെങ്കിലേ നമ്മളെ കോംപ്ലക്സും പള്ളി ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കും. ഈ രണ്ടെണ്ണം അതിന്റെ ഇടയിലും നമ്മള് അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടേക്ക് എത്തി. ഇതിന്റെ കോളങ്ങൾ കുഴിച്ചിരുന്നൊക്കെ ആളെ കൊണ്ട് കുഴിപ്പിക്കാറില്ല. ആളെ കൊണ്ട് അപ്പൊ അങ്ങനെ നമ്മള് മൊത്തത്തില് അംഗീകാരം വാങ്ങിച്ചു, പ്ലാൻ. അപ്പൊ അതിന് സാമ്പത്തികമായിട്ട് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ആരും ഉണ്ടായില്ല. പിന്നെ തുടക്കം തന്നെ നമ്മളെ കമ്മിറ്റി യോഗം തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം മാനാക്ക് 1 ലക്ഷം കൊടുത്തു. അന്ന് നമ്മളെ ഖജാൻജിയാണ്, അത് രണ്ടാമത് ഞാനും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ തന്നെ റമദാനായി. നമ്മളെ ഈ ഓഫറുകൾ നമ്മള് ചെങ്ങലൂർ നമ്മൾ ഉസ്താദ് വരുന്നതുകൊണ്ട് നമ്മൾ വാട്സപ്പ് വഴി 1 കോടി നമ്മൾ റമദാനിൽ ഓഫർ വാങ്ങിച്ചു. അപ്പൊ ആരൊക്കെ ഇവിടെ പറഞ്ഞാൽ 1 കോടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും 1 കോടി നമുക്ക് വന്നു. അങ്ങനെ നമ്മൾ ഇതിന്റെ പണികൾ ആരംഭിച്ചു. പിന്നെ ഈ അതുപോലെ തന്നെ പിന്നെ നമ്മൾ നിരന്തരം ഈ രൂപത്തിലുള്ള വാട്സപ്പ് പിരിവും പിന്നെ ഓരോ വീടുകളിൽ കൂടി നടന്ന് നമ്മൾ സമീപിച്ചുകൊണ്ടും ഓരോ വാഗ്ദത്വം പറഞ്ഞുകൊണ്ടും അങ്ങനെയൊക്കെ കൂടെ ഇത് നല്ലൊരു രീതിയിൽ എന്ന് പറഞ്ഞൊരു 3 കോടിയോളം ഒക്കെ നമുക്ക് 1ാം ഘട്ടത്തിൽ തന്നെ നമുക്ക് കിട്ടി. അതുകൊണ്ട് പണിയൊക്കെ പൂർത്തിയാവില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ 2ാം ഘട്ടം വയല് വെച്ചത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ 2ാം ഘട്ടമാണ്, ഇതിൽ നമുക്ക് ഇത് അവസാനിക്കണം, 3ാമതൊരു ഘട്ടം ഇല്ല ജനങ്ങളെ, അതുകൊണ്ട് ഇതിൽ അവസാനിക്കണം. അന്ന് സ്റ്റേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് നല്ല നമുക്ക് പറഞ്ഞില്ല, നല്ലൊരു ആർക്കിടെക്റ്റാണ്. ഇപ്പൊ നിലവിൽ നമ്മളെ പള്ളിക്ക് ഇനി ബാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമുക്ക് അന്ന് പറഞ്ഞില്ലേ, മൊത്തത്തിൽ നമ്മളൊരു 42 ലക്ഷം, 5 ലക്ഷം റുപ്യ അലിക്കുട്ടിയെ കടം വാങ്ങിയത് 47, 2 ലക്ഷം റുപ്യ നമ്മളെ ടയർ അടക്കാരന് തന്നെ 49-50 ലക്ഷം റുപ്യ നമുക്ക് ബാധ്യത ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ബിരിയാണി ശാല. അതിൽ നമുക്കൊരു 43, 10 കിട്ടുള്ളത് 53 നമുക്ക് ഉണ്ട്. അപ്പൊ അത് പൂർത്തിയാകുമ്പോൾ പിന്നെ വലിയൊരു ബാധ്യതയല്ല. ഈ കാര്യമായ ബാധ്യത എന്ന് പറഞ്ഞാൽ മൗലാനൊക്കെ 15 റുപ്യ കൊടുക്കട്ടെ നമ്മളെ അതൊക്കെ പൈസ. പിന്നെ നമ്മളെ മിംബ്ര മേറ പിന്നെ അയാൾക്ക് കുറച്ച് പൈസ കൊടുക്കട്ടെ, ഒരു ചില്ലറ കുറച്ചുകൂടി കൊടുക്കാൻ. ഏകദേശം ടോട്ടൽ എത്ര നമ്മൾ പുതിയ പള്ളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചെലവ്? 5 കോടി ഇപ്പൊ ആയി. 5 കോടി ആയി. 5 കോടി. അതിന്റെ ബാക്കി വരുമ്പോ 5 കോടിയായി. ഇനിയിപ്പോ ഫൈനൽ അക്കൗണ്ട് വരുമ്പോ ചിലപ്പോ 5 കോടി എന്നുള്ള ലെവൽ. അതെ, 5 കോടി എന്നുള്ള ലെവലിലാണ് ഇപ്പൊ നിലവിൽ. ഇപ്പൊ നമുക്ക് എത്ര ആൾക്ക് നിസ്കരിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഇപ്പൊ നമുക്ക് 1800 ആൾക്കാണ് ഈ താഴെയും മേലെയും കൂടി 2 ഫ്ലോറായി. പിന്നെ അതിന്റെ മുകളിൽ 100 ആൾക്ക് വേണമെങ്കിൽ 200 ആൾ നിസ്കരിക്കാൻ അതുണ്ട്. അപ്പൊ 2000 ആൾക്ക് അല്ല, അതിന്റെ പുറത്ത് നമുക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ സെല്ലാർ ഫോണിൽ 800 ആൾക്ക് വീണ്ടും കിടക്കണോ. അപ്പൊ 2800 ആൾക്ക് സെല്ലാർ ഫോൺ കൂടി ഉപയോഗിച്ചാൽ അപ്പൊ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് വരെ എന്ന് നമുക്ക് പറയാം. അത്രയും സുദീർഘമായ സൗകര്യം ചെയ്തിട്ടാണ് പുനർനിർമ്മാണം. പിന്നെ അതിന്റെ രൂപകൽപ്പന തന്നെ നല്ല രീതിയിൽ ആധുനിക രീതിയിൽ മോഡേൺ, അതിന്റെ ആ സ്ട്രക്ചർ ആണെങ്കിലും കൗതുകമാണെങ്കിൽ അതിന് പില്ലർ കോലങ്ങൾ നല്ല വർക്ക്. നമുക്ക് അന്ന് ഇതിൻ്റെ ടെൻഡർ വിളിച്ചപ്പോൾ പലവരും അതിന് ടെൻഡറിന് വന്നെങ്കിലും നമുക്ക്
അതും പഠിച്ചൊരു അനുഗ്രഹമാണ്. നിർമ്മാൺ മോമാലി, നിർമ്മാൺ കൺസ്ട്രക്ഷൻ നമ്മുടെ ടെൻഡറിലേക്ക് വരിക വലിയ സംഭവമാണ്. മൂപ്പര് ഇത് കണ്ടോടുകൂടി തന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, ഇനി കൂടുതലാണെങ്കിലും മൂപ്പർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ 10-20 ലക്ഷത്തോളം മറ്റുള്ളവരെക്കാളും കുറവാണ് മൂപ്പര് എല്ലാം നമ്മളിപ്പോൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാശ് വിട്ടൊഴിവാക്കി തന്നു. ഒരു 2-3 റുപ്യ കൊടുത്തു, ഒരു 5 റുപ്യൊക്കെ 2-3 മാസം കളക്ഷന് കൊടുക്കാവുന്ന ചെക്കും കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളത് മൂപ്പര് എല്ലാം പള്ളിക്ക് വിട്ടു തന്നുകൊണ്ട് എല്ലാ ഇടപാടും തീർത്ത് പോയിട്ടുണ്ട്. നമ്മളെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് അതില് പിന്നെ മുൻപന്തിയിൽ നിന്ന ആളുകൾ ആരെങ്കിലും പരാമർശിക്കണം. അതിൽ നമ്മളവിടെ മറ്റേ കമ്മിറ്റി, അതിനൊരു നിർമ്മാണ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ അത് ഞാൻ ചെയർമാന്, നാസർ മാഷ് അതിന്റെ കൺവീനറും, അതുപോലെ KK മുസ്തഫനെ ഖജാൻജി ചെയ്യും. പിന്നെ ബാക്കി ജോയിന്റ് കൺവീനർമാർ, ജോയിന്റ് മറ്റേ വൈസ് ചെയർമാൻമാരുമായിട്ട് ഒക്കെ കൂടി 12-14 അംഗങ്ങളുണ്ടായാലും കമ്മിറ്റി ഉണ്ട്. അതിൽ മാനാക്കുണ്ട്, മൈമൂട്ടി അജിയുണ്ട്, മൈമൂട്ടി മാഷുണ്ട്, KK ഉണ്ട്. ഇങ്ങനെ പിന്നെ ഈ കബീർ ഉണ്ട്, മുസ്തഫ ഉണ്ട്, സാലി ഉണ്ട്, പിന്നെ നമ്മളെ MP ജൽമണി ഉണ്ട്, പാറമാനും ഉണ്ട്, പിന്നെ നമ്മുടെ ഉമ്മർ സക്കീർ മാഷുണ്ട്. ഇങ്ങനെ അതിലൊരു പേര് ഒന്നുകൂടി എടുത്ത് പരാമർശിക്കണം. ഇതില് നമ്മൾ ആദ്യം ഇതിന്റെ ഒപ്പം ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മള് ഓരോ സമയങ്ങളിലും നമ്മൾ കമ്മിറ്റി കൂടും. ഈ കമ്മിറ്റി കൂടുമ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കണം. അപ്പൊ നാസർ മാഷ് പെട്ടെന്ന് നമുക്ക് വെള്ളിയാഴ്ച അല്ലേ നമുക്ക് ഇന്നൊന്ന് കൂടണം, ആയിക്കോട്ടെ എന്നറിയും. അപ്പൊ കൂടും. കാരണം ഇത് ഡിലേ ആക്കാൻ വയ്യല്ലോ. അപ്പൊ ചിലപ്പോ ഈ സെക്കൻഡ് പങ്കെടുക്കാൻ പറ്റില്ല, മമ്മൂട്ടി മാഷി പറഞ്ഞ പോലെ പറ്റൂല, അതുപോലെ ഉമ്മറിന് പറ്റൂല. നമ്മള് അവൈലബിൾ ആയിട്ടുള്ള ഒരു കൂടിങ്ങാട് തീരുമാനം. പിന്നെ ഈ വളരെ കാലമായിട്ട് നമ്മുടെ ഈ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് നാസർ മാഷ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലും അന്നൊന്നും മൂപ്പർക്ക് ഇതേപ്പറ്റി നമ്മളെ പള്ളി കാര്യങ്ങളെ പറ്റിയൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. എന്നാലും കൺവീനർ എന്നുള്ള ആ സ്ഥാനത്ത് മൂപ്പര് നല്ലോണം പഠിച്ചു. അപ്പൊ കൺവീനറായി അത് നല്ലോണം സമയം മെനക്കെടുത്തി കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചു. പക്ഷെ ഓരോ രംഗത്തും എന്നോട് ചോദിക്കാറുണ്ട് അഭിപ്രായങ്ങൾ നല്ല തന്നെ പോയി. അങ്ങനെ രൂപത്തിൽ അൽഹംദുലില്ലാ നമുക്ക് പണികളൊക്കെ ആയി. പിന്നെ ബാക്കി ആ ബിരിയാണി ചാലഞ്ച് കൂടി വന്നതോടുകൂടി നമുക്ക് ഇനിയിപ്പോൾ അതിൽ വലിയ ബാധ്യതയൊന്നുമില്ല. കുറച്ചൊക്കെ കിട്ടാനുണ്ട്, കുറച്ച് കൊടുക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ തീരും. അങ്ങനെ ഇനിയിപ്പോ നമ്മളെ ഭാവിയിൽ നമ്മളെ പള്ളിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഖബർസ്ഥാനാണ്. അതെ, അതൊന്നും പറയാം. അതൊക്കെ ഇന്നത്തെ അജണ്ടയിലാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായി, നമുക്ക് പള്ളിയായി, പള്ളിക്ക് വേണ്ട അതുപോലെ കോളേജായി. കോളേജിൽ നമുക്ക് പ്രിൻസിപ്പാൾ നല്ല അലി നദിവി എന്നൊക്കെ പറഞ്ഞാലേ കരിങ്കിലത്താണിയിലെ പ്രിൻസിപ്പാളിലെ ചാർജ് കഞ്ഞൊല്ല ഏറ്റെടുത്തതാണ്. നിങ്ങൾ എവിടെയും പോളില്ല അറിഞ്ഞു അങ്ങനെയാണ് കൊടുക്കാം. ഒരു അസുഖം വന്നതേ ഉള്ളൂ. എന്നാലും ഇപ്പോഴും അയാളുടെ ഒരു ആത്മാർത്ഥത ഉണ്ട്. എന്തെങ്കിലും ഒരു സംസാരിക്കുകയാണെങ്കിൽ മൂപ്പിന് നിർത്തില്ല, ഞാൻ പുറത്തുനിന്ന് അതൊന്ന് സൈലന്റ് ആക്കി. അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നിലക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇതില് ഇത് ചോദിച്ചല്ലോ അവിടേക്കകത്ത. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെയായി നമ്മൾ ഇതിന്റെ പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഉണ്ണിമൂല്യരായിരുന്നു നമ്മളെ കാവ്യം. നമ്മളെ കാവ്യം മുമ്പ് സാധാരണ ഒരു തുണി ഷർട്ട് ഇടാറുണ്ടായിരുന്നു. മൂപ്പര മരണശേഷം നമ്മൾ മൊയ്തീമൂല്യരാണ്. ബഷീറിന്റെ മൂല്യര മരണം ഒരു സംഭവമായിരുന്നു. അതായത് ഇവിടെ ഒരു വയലിൽ വയലിൽ പ്രസംഗിച്ചിട്ട് മൂപ്പര് നിസ്കരിക്കാൻ വേണ്ടി യശക്ക് ഇങ്ങോട്ട് സമയം കഴിഞ്ഞപ്പോ
നമ്മൾ ഈ പഠിപ്പുറയിൽ വെച്ചിട്ടാണ് മൂപ്പര് മരിച്ചത്. പഴയ പഠിപ്പുറയിൽ അന്ന് ഈ പള്ളിയല്ല, അന്ന് പഴയ പള്ളിയാണ്, മരത്തിന്റെ പഴയ പള്ളി. ആ അതെ, 175 കൊല്ലം മുമ്പുള്ള ആ പഴയ പള്ളി. അതിനുശേഷം നമ്മൾ മെജിമൂലയാണ് മൂപ്പര് പല കാര്യങ്ങളും ഞാൻ മൂപ്പരെ കൊണ്ട് ചെയ്യിക്കരുത്. കാരണം ഞാനും നമ്മൾ പഴയ കത്തിപ്പോയി കാതിരൊക്കെ തന്നെ ഈ ചിലപ്പോൾ വാപ്പ മരിച്ചു പോയിട്ട് അല്ലെ വാപ്പ എവിടെയെന്ന് അറിയാതെ അത്രയും കല്യാണങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചാർജ് പിന്നെ കാതിരക്കാണ്. എൻ്റെ അയൽവക്കത്ത് അങ്ങനെ ഉണ്ടായി ഒരു സ്ത്രീയെ കെട്ടിക്കാൻ. അങ്ങനെ കാതിര മെതിമൂല വലിയ വീട്ടിൽ തന്നെയാണ് കല്യാണം. അങ്ങനെ മൂപ്പര് തന്നെ വലിയ കൈ കൊണ്ട് കല്യാണം നടത്തി. അതുപോലെ ഇപ്പോഴത്തെ കേക്ക് അതുപോലെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ കുന്നത്ത് അങ്ങനെ നടത്തി. ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ നടക്കലുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പല കാര്യങ്ങളും ആ രൂപത്തിൽ അങ്ങനെയൊക്കെ നല്ല നിലയ്ക്ക് എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പോയി. അങ്ങനെ മൂപ്പര് മെതിമൂലയുടെ മരണശേഷം ആണ് കേക്ക് അല്ല നമ്മളെ അബ്ദുലേക്ക് ആ സമയത്ത് എൻ്റെ വാപ്പ കമ്മിറ്റിയിലുണ്ടാകുന്ന ആ കാലത്ത് തന്നെ ഇബ്രാഹിം കുട്ടിയാജി മരിച്ച പ്രസിഡന്റ് അന്ന് മൂപ്പരെ പ്രസിഡന്റാക്കിയ അന്ന് പിന്നെ ഈ നെല്ലായ ഇബ്രാഹിം കുട്ടിയാജി മരണപ്പെട്ടതിന് ശേഷം കേക്കിനാട്ടാദ്യരെ പിന്നെ പ്രസിഡന്റും പഴയ കാതിയാണ് പ്രസിഡന്റാണ്. അത് കാതിയായിട്ടില്ല. ഇല്ല, പിന്നീട് എന്റെ വാപ്പുള്ള കാലത്ത് മൂപ്പര് പ്രസിഡന്റാണ്. അങ്ങനെ മൂപ്പര് മരണശേഷം ഇങ്ങനെ അതുപോലെ കാതിലിന്റെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിലൊരു സാങ്കേതിക തടസ്സമുണ്ട്. അതിൽ കാതിര് തീരുമാനിക്കുന്നത് കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷനായ യോഗത്തിലാണ് ഒരു കാതിര് തീരുമാനിക്കേണ്ടത്. ആ പ്രസിഡന്റാണ് സത്യവചനം ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പൊ കാതിരും പ്രസിഡന്റും ഒരാളാൻ പാടില്ല. പക്ഷെ അതുപോലെയൊക്കെ എക്സംഷൻ കൊടുത്തു. കാരണം അതുലേര് എന്ന് പറഞ്ഞാല് അത് പണ്ഡിതൻ മാത്രമല്ല, സ്റ്റേൺ ആയിട്ടുള്ള നിലപാടാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാണ്ടല്ലോ അത് തീരുമാനം. അപ്പൊ എന്നും ഞങ്ങൾ പണ്ട് മൂപ്പര് കാസർഗോഡല്ലേ, ഒന്നും ഇപ്പൊ ഇന്നത്തെ പോലെ ഫോണിൽ സംസാരിക്കാൻ കൊള്ളില്ല. അവിടെ ലാൻഡ് ഫോണിലാണോ അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അങ്ങനെയാണ്. മൂപ്പര് വന്നാൽ അപ്പം എന്നെ വിളിക്കും. അപ്പോൾ അല്ലെങ്കിൽ വിളിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് എന്നും പോവുള്ളൂ. എന്നും ഇപ്പം ശരിക്ക് മൂപ്പര് കുടുംബം ഞാനും തമ്മിലുള്ള ബന്ധമാണ്. മൂപ്പര് ഇവിടെ മാറിയിട്ടൊരു വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അംസനിക്കുന്ന നിർബന്ധിച്ച സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. അതിൽ വീട് വെക്കണം. കാരണം ഈ വഖഫിൽ വേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ തന്നെ സാഹചര്യമൊക്കെ മാറിയപ്പോൾ വീട് അത് സദർ മുദരിസായി. അത് അവിടെ നിൽക്കാൻ കാരണം മൂപ്പര് ഗുരു തങ്ങള് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നിന്നു. 30-35 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മളെ തൊട്ട ഒരു അതുലിനെ പറ്റി എനിക്കൊരു ഓർമ്മ. വന്ന് നിങ്ങള് നമ്മള് മദ്രസയുടെ അതിന്റെ പിരിവിന് വന്നല്ലോ അവിടെ. അപ്പൊ ഞാനിത് പറഞ്ഞ മാതിരി ഇപ്പൊ ഇന്നലെ പറഞ്ഞ അംശമൊക്കെ ഒരു ടിന്ന്, അതായത് സംഭാവന പെട്ടി അത് കൊടുത്തു. ഇത് കൊടുത്തപ്പോ എന്നെ കൊടുത്ത് പറഞ്ഞു, എടാ ഇജ്ജ മുതലാളി ഇല്ലടാ, ഇജ്ജ മുതലാളിയാവും. അതുകൊണ്ട് നമ്മള് ഇതിന് കുറ്റിയടിപ്പിച്ചത് മൂപ്പരെ കൊണ്ടാണ്. പുതിയ പള്ളിക്ക് കുറ്റിയടിച്ചത് മൂപ്പരെ ഒരു നല്ലൊരു നിലപാട് നമ്മള്. അപ്പൊ അങ്ങനെ വന്നപ്പോ മൂപ്പരൊക്കെ എക്സെപ്ഷൻ കൊടുത്തു. അതുപോലെ മൂപ്പര മരണശേഷം നമ്മള് കാലിയും പ്രസിഡന്റും കൂടി പിന്നെ ഒരാൾക്ക് കൊടുക്കാന്നുള്ളൊരു വിഷയം ഉണ്ടായില്ല. പിന്നെ അപ്പോൾ ഒരു ചർച്ച വന്നതെന്താ വെച്ചാൽ ഖാലിസ്ഥാനും പാണക്കാട്ടേക്ക് കൊടുക്കാന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു വിഷയം വന്നാൽ പാണക്കാട് പോയി ഇങ്ങനെ തീരുമാനത്തിൽ കാത്തിരിക്കും. അത് വേണം, നമ്മൾ ഇവിടെ തന്നെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ തൽക്കാലം ഇപ്പം രണ്ടും കേക്ക് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ചോദ്യം ഇപ്പോൾ സാധാരണക്കാരൻ ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതിൽ ഖത്തീബ് ഖാദി എന്താണ് ശരിക്കും ഖാദിയുടെ റോൾ എന്താണ്? ഖാദി എന്ന് പറഞ്ഞാൽ ആ മഹലിന്റെ ചീഫ് ജസ്റ്റിസ്, അവസാന തീരുമാനം, ഫത്വ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഖത്തീബ് എന്ന് പറഞ്ഞാൽ മഹല് ജമാഅത്തും കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങൾ, പിന്നെ കല്യാണങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ കൂടെ ഇടപെടുന്നുണ്ട്. മറ്റേത് ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനമാണ് ഖാദി.
പലർക്കും അത് അറിയില്ല. കാരണം എന്താണ് കാതി, എന്താ കാതി, ഇപ്പൊ കത്തീമാണല്ലോ, ഇത് വ്യത്യാസം അറിയുന്നില്ല പലർക്കും. അതായത് വിധിവിലക്കുകൾ പറയാൻ വിധിവിലക്ക് സറായി ദീനി നിയമങ്ങൾ വിധിവിലക്കുകൾ പറയാനുള്ള പരമാധികാരി അതാണ്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ് നമ്മള് മൂപ്പരെ തൽക്കാലം വീണ്ടും മൂപ്പരാക്കി. അത് ഞാൻ മുൻകൈ എടുത്തിട്ട് തന്നെ ചെയ്തു. അതാണ് ഇപ്പം ഈ ഒരു വന്നപ്പോൾ 2 സ്ഥാനം കൂടി ഒരാൾക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മൂപ്പരെ കാതിരായി നിലനിർത്തി പ്രസിഡന്റ് സ്ഥാനം. പിന്നെ നമ്മളെന്താ വെച്ചാലേ പിന്നെ നമ്മള് ഈ പുനർനിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ചടങ്ങിനെ കുറിച്ചിട്ട് രണ്ടു നമ്മളെ പണിയൊക്കെ പൂർത്തിയാക്കി. പിന്നെ കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു. ആ പണിക്ക് കൂടി കാത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജൂൺ 3 ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ജൂൺ 3 ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ആരെ വിളിക്കണം ചർച്ച വന്നപ്പോൾ നമ്മുടെ മറ്റേ ഇതിൻ്റെ താല്പര്യത്തിരിക്കണം ഒന്ന് പാണക്കാട് അതിൻ്റെ തങ്ങൾ തന്നെ സാദിഖലി തങ്ങൾ തന്നെ, അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പ്രസിഡന്റ് മുത്തുക്കാത്ത രണ്ടുപേരും ഉദ്ഘാടനം. ഒരാള് നാടമുറിക്കാണെങ്കിൽ ഒരു നിസ്കാരത്തിന് രണ്ടാൾക്കും ഒരേ ഇത് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് സ്ഥലം MLA നമ്മൾ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കൊമ്പം ഉസ്താദിനെ വിളിച്ചിരുന്നു. അതുപോലെ പിന്നെ എടുത്തു പറയേണ്ട സ്വാമിജി അതിന്റെ തലേദിവസം 3 ദിവസമാണ് നമ്മൾ പരിപാടി വെച്ചത്. സ്വാമിജിന്റെ പ്രസംഗം അന്ന് വയലിൽ വെച്ചിരുന്നു നമ്മൾ. അതുപോലെ തന്നെ ആ വയലിന്റെ അന്ന് പറഞ്ഞാണ് ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കണം എന്ന് നമ്മളെ മറ്റേ ഉസ്താദ് വയൽ പറഞ്ഞ ഉസ്താദോട് പിന്നെ നമ്മളെ പാതിരി ഒരു പിന്നെ അച്ഛനുണ്ടായിരുന്നു, സ്വാമിജി ഉണ്ടായിരുന്നു. എല്ലാം ഒരു മതസൗഹാർദ്ദ അന്തരീക്ഷം നമ്മളെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ എല്ലാരെയും യോജിപ്പിച്ച് ഉൾക്കൊണ്ടിച്ച് ഉദ്ഘാടനം മാമ്പാങ്കെ തന്നെ നമ്മൾ നടത്തി. തീർച്ചയായും ഒന്നും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഒരു ഉദ്ഘാടനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗം മതസ്ഥരായിക്കോട്ടെ എല്ലാവർക്കും പള്ളിയുടെ ഉള്ളിൽ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് മറ്റുള്ള ഈ വിഷം തുപ്പുന്ന സംഘടനകൾ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു പ്രചാരണമുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഗൂഢ പ്രദേശമാണ്, അവിടെ എന്തൊക്കെയോ ഉണ്ട്. അത് ശരിക്കും വെളിവായി. അത് നമ്മളെ ഉദ്ഘാടനത്തിന്റെ തലേദിവസം മറ്റു ഇതര മതസ്ഥക്കാർക്കും സ്ത്രീ പുരുഷന്മാർക്കും ഒക്കെ കാണാനുള്ള പിന്നെ പള്ളി മുഴുവൻ കാണാനുള്ള അവസരം ഒരുക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അല്ല അങ്ങനെയല്ല, ഒരു ദിവസം നമ്മൾ സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസം, പിന്നെ ആണുങ്ങൾക്കും എല്ലാ മത്സരക്കാരും ഒരു ദിവസം അങ്ങനെ വെച്ചു. പിന്നെ ഉദ്ഘാടനം അതിലൊന്നുകൂടി ആ സ്ത്രീകൾക്ക് മാത്രം ദിവസത്തിലൊരു പരാതിയും കൂടി ഉണ്ട് കൂട്ടത്തിൽ. അത് പറയാനുള്ളത് അതായത് 5000 ബിരിയാണി പാക്കറ്റാണ് അന്ന് കൊണ്ടുവന്നത്. 5 മണി മുതൽ 6:15 5000 ബിരിയാണി പാക്കറ്റ് അത്ര ആള് പങ്കെടുത്തു എന്നുള്ളതാണ്. 5 മണി മുതൽ 6 മണി വരെ സമയം വെച്ചപ്പോ ഒരു 1 മണിക്കൂർ 1 ചില്ലറ മണിക്കൂർ 5000 ആള് വന്നുപോയി. പിന്നെ അപ്പൊ അത് എത്ര ഇപ്പൊ നിലവിൽ നമ്മളെ മഹിള നിവാസികൾ എന്ന് പറയുമ്പോ 1400 വീടാണ് ലംസോകാൻ. അപ്പൊ നമ്മൾ 5000 ആള് 5000 സ്ത്രീകൾ 6000 പാക്കറ്റ് ഉണ്ടാക്കി. 6000 പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് സ്ത്രീകൾ മാത്രം പങ്കെടുത്ത പരിപാടിക്ക് തയ്ഞ്ഞില്ല. അപ്പൊ അവിടെ എത്ര ആളുകൾ സംബന്ധിച്ചു എന്നുള്ളതാണ്. 1.5 മണിക്കൂർ കൊണ്ട് തീർന്നു. അതിന് കാരണം വരുന്നത് നമ്മൾ തീരുമാനം എടുത്തിരുന്നത് ദേശസംസ്കാരത്തിന് ശേഷം ഇത് കൊടുക്കാനാണ്. ഇപ്പൊ ഞങ്ങൾ തന്നെ അവിടെ ഇരുന്നിട്ട് തീരുമാനിച്ചു, നമ്മൾ ഇത് കണ്ടമാനം ബാക്കി വന്നാൽ നമ്മളെ മരുവി അഞ്ചേക്കിനെ കൊടുക്കും. അതിലാണ് കൊടുത്തി അതിന്റെ ഏശായപ്പുറത്തെ അതാണ് എടുത്തു പറയേണ്ട വിഷയം. 10,000 കണക്കിന് ആളുകൾ ഈ പള്ളി കാണാൻ എത്തി എന്നുള്ളതാണ്. അതൊരു സംശയലേശം പറയാം. ഒരു ഉദ്ഘാടന മാമാങ്കം തന്നെയായിരുന്നു. തീർച്ചയായും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഈ കാവേര് മറ്റേ ആ കമ്മിറ്റിന്റെ കാര്യം. പിന്നീട് നമുക്ക് ഈ പഴയ ആൾക്കാരെന്ന് പറയുന്നത് പഴയ കമ്മിറ്റിയിൽ പ്രധാനികളായിട്ട് നമുക്കുണ്ടായിരുന്ന നമ്മൾ കല്ലടി ഹംസാജി, നിലവിലെ കല്ല യൂസുഫിന്റെ പാപ്പ, അതുപോലെ നമ്മളെ അദ്വൈലി, ആലിപ്പു ഹാജി, നാസമാഷ പാപ്പ മഹമ്മൂദ് ഹാജി, കല്ലടി കുഞ്ഞുണ്ണി ഹാജി, പിന്നെ നമ്മളെ കൊള്ളച്ചാലി മമ്മൂട്ടി ഹാജി, അബു ഹാജി, പിന്നെ
AP വാക്കുട്ടിയാച്ചി. AP വാക്കുട്ടിയാച്ചി. പിന്നെ ഇങ്ങനെ പഴയ ആൾക്കാർ പേരെടുത്ത് പറയുമ്പോ നമ്മൾ ഇടക്ക് വിട്ടുപോകും. ഇങ്ങനെ കുറെ പ്രഗത്ഭരുണ്ടായിരുന്ന കമ്മിറ്റികളാണ് ഇത്. ഇപ്പൊ ഈ കമ്മിറ്റിയിലാണെങ്കിൽ ഇതിലൊക്കെ തന്നെ നമ്മൾ കാതിയാരെ നമുക്ക് വിട്ടുപോയി എന്ന് വരില്ല, പ്രസിഡന്റിന് വിട്ടുപോകില്ല, ബാക്കിയുള്ള ആൾക്കാർ. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പരാമർശിച്ചു. അതുപോലെ നമ്മളെ ബാപ്പുജി അവസാന CH ബാപ്പുജി. അല്ല, CH ബാപ്പുജി ഉണ്ട്, സഖാവ് ബാപ്പുജി. മൂപ്പര് വന്നിട്ട് പറഞ്ഞു, എന്റെ ജീവിതം എനിക്ക് അറിയില്ലേ ഇങ്ങനെ രാഷ്ട്രീയം കൂടായിട്ട്, ഇനി എൻ്റെ ബാക്കിയുള്ള ജീവിതം എനിക്ക് ദീനിനു വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ മൂപ്പര് അപ്പോഴാണ് നമ്മൾ കോളേജിന്റെ പണി നടന്നത്. അങ്ങനെ മൂപ്പര് ഞാൻ അതിന്റെ ചെയർമാനുമാക്കി, ഞാൻ കൺവീനറുമായിട്ടാണ് പുതുക്കിപ്പണി. നല്ല ഇതിലായിരുന്നു. എപ്പോഴും വിളിക്കും, എന്ത് പിരിവിന് എന്ത് പള്ളിയുടെ കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അവസാന കാലം മൂപ്പര് പള്ളിയായിട്ട് വളരെ ബന്ധപ്പെട്ട. അതുപോലെ അത് പരാമർശിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. കാരണം മൂപ്പരെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്തായിരുന്നാലും സ്നേഹം ജനങ്ങളോടുള്ള ബന്ധം അത് വേറെ. പിന്നെ നമ്മളെ AK അസമുദ്ദീന്, നിലവിലെ അങ്ങനെയുള്ള പ്രമുഖരാണ്. പിന്നെ അതിൽ പിന്നെ പണ്ഡിതന്മാരെ ഈ താഴെക്കോട് എന്ന് പറയുമ്പോൾ തന്നെ പണ്ഡിതന്മാരുടെ നേതൃത്വം, പണ്ഡിതന്മാരൊരു പിന്നെ നേതൃനിര താഴെക്കോടിന് എന്ന് സ്വന്തം. മൂപ്പരാണ് പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ചോലയില് മറ്റേ മുസ്ലിം ഇങ്ങനെ അങ്ങനെ ഞാൻ ഓർമ്മയെന്ന് പറയാൻ എല്ലാരും ആയിട്ടില്ല, അതിൽ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ആ പഴയ ആ തലമുറ ഉണ്ടല്ലോ, അവരൊക്കെ യോജിച്ചുള്ള ഒരു പ്രവർത്തനം. അപ്പൊ ഇവരൊക്കെ കമ്മിറ്റിയിലുണ്ടായിരുന്നില്ല. നമ്മളൊരു യോഗം ചേർന്നത്, അതിൽ നമ്മൾ ഒരു വിഷയം എടുത്തിട്ടാൽ അഭിപ്രായങ്ങൾ ചോദിക്കും. ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വന്നാൽ ഞാനൊന്ന് പറയട്ടെ, അറിയാം അത് കല്ലടി സംസാരിച്ചിട്ട് ശൈലിയാണ്. അപ്പൊ ഞാൻ ഈ വിഷയം നമ്മൾ ഇന്ത്യന്മാരി പോലും ചോദിച്ചാൽ അത് മതി. 30 കൊല്ലം വരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്താ പറയുന്നത് ഭൂരിപക്ഷം അംഗീകരിക്കുന്നത് ഈ 2-3 കൊല്ലം ആകുമ്പോഴേ നമുക്കൊരു ചർച്ചയൊരു തീരുമാനം വന്നിട്ടുള്ളൂ. നേതൃനില നിങ്ങൾ പറഞ്ഞോട് തന്നെ അവസാനം ഞാൻ പറഞ്ഞോട് തന്നെ എത്തുള്ളൂ. അങ്ങനെയാണ്, ആ രൂപത്തിലാണ് നമുക്ക്. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മള് മോദിനായിട്ട് മോമാക്ക് എത്ര വർഷം സർവീസ് നടത്തി, അതും കൂടെ മറ്റേ മൂപ്പര് എന്ന് പറഞ്ഞാല് ഞാൻ 2-3 വയസ്സുള്ള അന്ന് തൊട്ട് അന്ന് ഞാൻ വരുമ്പോഴും മൂപ്പര് മോദിനാണ് എന്റെ പാനാട് വീട്ടിലേക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു എത്രയോ വർഷം എനിക്ക് തന്നെ പറഞ്ഞാൽ ഒരു 70 വയസ്സ് മുമ്പ് ഇവിടെ ആകിയത് എനിക്കറിയാം. അപ്പൊ ചുരുങ്ങിയത് 50 വർഷം. 70 എനിക്കറിയാം. കാരണം 70 വർഷം ആ 70ന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. എനിക്ക് നമ്മളൊരു പരാമർശിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഞാൻ പിന്നെ അംശമൊക്കെ പറയാതെ എനിക്ക് പറയാൻ പറ്റാത്തവരുണ്ടായിരിക്കട്ടെ. എനിക്ക് 75 വയസ്സായില്ലേ, 4-5 വയസ്സുള്ളപ്പോ മൂപ്പരോട് വന്ന് വീട്ടിൽ വന്ന് ഒരു പഴയൊരു കഥയും കൂടി. 7 പതിറ്റാണ്ട് പിന്നെ ഈ 7.5 പതിറ്റാണ്ട് ഈ പള്ളിയില് മോദിനായിട്ട് സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പിന്നെ മോമാക്ക അള്ളാഹു അദ്ദേഹം സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അതാണ് മൂപ്പര വാപ്പാന്റെ കൂടെ വന്നാണ്. അത് ശരി. ആദ്യം ചെറുപ്പം മുതലേ വന്ന് ഇങ്ങനെ. അപ്പൊ 70 അല്ല 80 ആവൂലേ. അതാണ് നമ്മള് മൂപ്പർക്ക് പക്ഷെ അസറത്തിന് ഓർമ്മ ഉണ്ടാവില്ല. നമ്മള് പഴയ ഔലിലേക്ക് മറ്റേ ഏത്തക്കൊട്ടയില് വെള്ളം അതാണ് ഇന്ത്യക്ക് മുപ്പര ആലോചിക്കുമ്പോ തന്നെ എന്റെ കണ്ണിൽ വരും. അതാണ് ആ ഏത്തക്കൊട്ട കിണറിൽ നിന്ന് ആ വെള്ള ഏത്തക്കൊട്ടയില് പൊക്കിയിട്ട് ഔലിലേക്ക്. പിന്നെ ഇന്ത്യൻ ഓർമ്മയില് മോമാക്കാനെ എങ്ങനെ വെച്ചാൽ വളരെ ഫിനിഷിങ്ങിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം. വളരെ നീറ്റ് ക്ലീൻ ആയിട്ട് മോമാക്ക വരുമ്പോ തന്നെ ഒരു ചുറുചുറുക്കോട് കൂടെ ആ ഒരു ഏതാണ്ട് അവസാനം പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി നമ്മൾ കാണുന്ന ഒരു രൂപത്തിലുള്ള മോമാക്ക ഒരു 10-30 വർഷം മോമാക്ക ഒരു മാറ്റം ഇല്ലാതെ വളരെ ഫിനിഷിങ് നീറ്റ് ആയിട്ട് ആ പള്ളിയുടെ കാര്യത്തില് മുന്നേ നിന്ന് അതുപോലെ ഒരുപാട് കൊല്ലുള്ളതാണ് നമ്മളെ 110 വർഷം വരെ മുക്കി ജീവിച്ചു എന്ന് പറഞ്ഞു. ഊരിന്റെ മുകളിൽ മുക്രിയാലിയാക്കാണ് അവസാനം കുഞ്ഞായ്മൊക്കെയാണോ? ഒരു ഓട്ടോറിക്ഷ എന്തോ തട്ടിയത് കാരണമാണ് പിന്നെ ആശുപത്രി നല്ലതിൽ പോകായിരുന്നു. ഒരു കാരണം
അങ്ങനെ ഈ രൂപത്തിലൊക്കെ നമുക്ക് പള്ളിൻ്റെ കാര്യങ്ങളും ഒക്കെ നല്ല കല്ലമ്പലില്ല ഈ രൂപത്തിൽ നമുക്ക് എത്തിച്ചേർന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പഴയ ആൾക്കാരുണ്ട് ഈ കമ്മിറ്റിയിൽ, നമ്മൾ ഇത്തിരി ആൾക്കാരൊക്കെ നീ പറഞ്ഞ സൂചിപ്പിച്ചല്ലോ എന്ന് മാത്രമല്ല പല ആൾക്കാരും അവരുടെ സേവനങ്ങൾ ഇതിലുണ്ട്. എടുത്തു പറയണം, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. പൊളച്ചാലി മൈമൂട്ടിയജി വളരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി മുന്നിൽ തന്നെ ഇരുന്നു. കച്ചവടം മുന്നിൽ തന്നെ. നിലവിൽ ഇപ്പൊ നമ്മളെ മമ്മൂട്ടിയജി എന്ന് പറയുമ്പോൾ നമ്മളെ പൊളച്ചാലിലെ അനീസിന്റെ അതുപോലെ തന്നെ സംസുദ്ദീന്റെ നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടു നടന്നിരുന്ന ഉപ്പാന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഏതായാലും നമ്മൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ നമ്മൾ എന്നാലും ഇത്തിരി ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മൾ എത്തുന്ന കരുതിയിട്ടില്ല. അനുഗ്രഹം കൊണ്ട് എല്ലാ രീതിയിലും. പിന്നെ നമ്മൾ ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ 100-150 കുട്ടികളെന്ന് പറഞ്ഞാൽ 130 എടുക്കാന്ന് വെച്ചാൽ ഒരു ബാച്ച് കൂടി എടുക്കാണ്ട് വെച്ചാൽ 150 ഉണ്ടാവും. അപ്പൊ ഇത്തിരി നമ്മൾ എടുത്തത് കൊണ്ടുപോകുമ്പോൾ പലരും കമ്മിറ്റി എന്തിനാ അന്യനാട്ടിലേക്ക് എന്തിനാണ് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത പലരും പറയാറ്. പക്ഷെ താഴെക്കൊണ്ട സംബന്ധിച്ച് ആലിമുകളുടെ നാടാണ്. പണ്ട് കാലം തൊട്ടാണ് പേരുകെട്ട ആൾക്കാരുടെ സ്ഥലം. അപ്പോൾ നമ്മൾ ഇവരെ വളർത്തിക്കൊണ്ടിരണം. പരമാവധി നമ്മൾ ശ്രമിച്ച് താഴെക്കോട്ടുകാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ താഴെക്കോട് പറയാൻ വയ്യ. അതായത് വേറൊരു വിഷയമുണ്ട്. അതായത് എന്താ പറയുക, അതിനെപ്പറ്റി വിമർശിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിന്റെ മേന്മ അറിയാത്തവരാണെന്ന് വിവാദ ചർച്ച നമുക്ക് പാടില്ല. അതായത് ഇപ്പോ നമ്മള് വിമർശകർ പറച്ചിൽ എന്താണ്, എന്തിനാണ് ഈ 100-150 കുട്ടികളെ പോറ്റാൻ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടും അന്യനാട്ടിലെ കുട്ടികൾ. ഒരു കാര്യം മനസ്സിലാക്കണം, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്. ഈജിപ്തുകാരൻ എന്തായ ഒരു മലയാളിയെ കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, അത് തുടക്കം മുതൽ ഇവിടെ ഈ താഴെക്കോടിന്റെ ഒരു പള്ളി ദർസ് എന്നുള്ള കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു കാര്യം ഇന്നും അത് വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നു എന്നുള്ള എടുത്തു പറയേണ്ടത്. വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ എന്ത് ചെലവഴിച്ചാലും അതൊരിക്കലും ഒരു നഷ്ടമാവില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായം പറയാം. ഇപ്പൊ പള്ളി കണ്ടിട്ട് ആരും മുസ്ലിം ആവില്ല, ഇല്ല. ഈ കോംപ്ലക്സ് കണ്ടിട്ട് ആരും മുസ്ലിം ആവില്ല. ഒരു പണ്ഡിതനെ കണ്ടാൽ വേറൊരാൾ മുസ്ലിം ആവില്ല. പണ്ഡിതനാണ് ഇസ്ലാമിന്റെ അടിത്തറ. അപ്പൊ അതിനെ വളർത്തിയെടുക്കാനുള്ള ചെലവല്ല. അത് എന്നും പടച്ചവൻ തിരിച്ചു തരുന്ന വലിയ അനുഗ്രഹമാണ്. ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞത്. ഏതായാലും നമ്മള് പിന്നെ ഒരു വിഷയം പറയാത്തൊരു വിഷയം നമ്മുടെ സമൂഹ ഒതുക്കത്തിനുമായിട്ട്. അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് കോളേജായി കുട്ടികളായി അയൽവക്ക സ്ഥാപനങ്ങളായി പള്ളിയായി ഒക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മയ്യത്തിന്റെ. അതിനാണ് നമ്മൾ 2012 1 ഏക്കർ സ്ഥലമാണ്. അത് ഈ 12 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 13 അല്ലായിരുന്നു. ഏതാണ്ട് 1/3 ഭാഗം തീർന്നു. അതിന് ശേഷം ഇവിടെ ഒരു 75 സെന്റ് കൂടി ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് കമേഴ്സ്യലായിട്ട് പലതും ചെയ്യാവുന്നത്. അതുകൊണ്ടാണ് അതൊരു കബർസ്ഥാനം കൊളവില് നമുക്കൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് സൗകര്യമുള്ള സ്ഥലം ഈ പള്ളി കുളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അവിടെ ഒരു 10-40 സെന്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. അല്ലാതെ കബർസ്ഥാനം ആക്കണമെങ്കിൽ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങ് മുഴുവൻ വെട്ടിക്കളയും. നമ്മൾ ഇത്തിരി കുട്ടികൾക്ക് കാശൊക്കെ വാങ്ങാതെ തെങ്ങ് വന്നാൽ നമ്മൾ വരുമാനം അല്ല. അപ്പൊ അത് നമുക്ക് നല്ലൊരു പ്രതിസന്ധി ഇനി നമുക്ക് വരുന്നത് കബർസ്ഥാനം അല്ല. അതന്നെ ഇപ്പൊ ഈ പറയപ്പെട്ട തെങ്ങ് വെട്ടിയാലും ഒക്കെ ഏകദേശം ഇന്നത്തെ ജനസംഖ്യാനുപാതം മരണനിരക്ക് നോക്കുമ്പോൾ ഒരു 15 വർഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. 3 മരണം ഒന്നിച്ചുണ്ടായില്ലേ ഒരു ദിവസം. അപ്പൊ അതിനൊരു ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എന്തെങ്കിലും കാര്യം. അതിപ്പോ ഞാൻ പെരുന്നാൾ കമ്മിറ്റിയിൽ നമ്മളിപ്പോ 32.45 ഏക്കർ നമ്മൾ ഈ സ്ഥലത്തില് നമ്മൾ അന്യാധീനപ്പെട്ടു പോയത് കഴിച്ച് ഇന്നും അവര് പാരമ്പര്യമായി കൈവശം വെച്ച് വരുന്ന ഒരു 45 സെന്റ്, ഒരു 45 പിന്നെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാനായി പോവാണ്. ഒരു 45 സെന്റും ഒരു 25 സെന്റും ഒരു 98 സെന്റും പിന്നെ ഒരു 75 സെന്റ്, അങ്ങനെ ഏതാണ്ട് 2.5 ഏക്കറോളം ഇപ്പോഴും അവരുടെ കൈവശം തന്നെ. അതിൽ നമ്മൾ 98 സെന്റിന് 125 റുപ്യ 1250 റുപ്യ പാട്ടം വാങ്ങും.
മറ്റേ അതിനിപ്പോൾ പാട്ടം കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥലം നമ്മൾ ഈ സ്ഥലം 10-നും 12-നും വാങ്ങിയ മാതൃക പ്രകാരം അവരൊന്ന് സമീപിച്ചിട്ട് മാർക്കറ്റ് വില കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഒരു വില കൊടുത്ത് വാങ്ങി ഫില്ല് ചെയ്താലും നമുക്കൊരു സൗകര്യം. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ അവതരിപ്പിച്ച ഒരു പൊട്ടത്തരം പറഞ്ഞോട്ടെ. പൊട്ടത്തരം എന്ന് പറയുന്നത് എന്താ അറിയോ, ഒരു ചിന്ത പറയാ. ഇപ്പൊ നമ്മൾക്കിപ്പോ നിലവിലിപ്പോ ഇല്ല ഈ ഖബർസ്ഥാന്റെ മുകളിൽ മണ്ണിട്ട് നിർത്താൻ പറ്റും. അതിപ്പോ ആ ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം ഇവിടൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്താലും നമുക്കൊരു 6 അടി 7 അടിക്ക് ഇവിടെ കിട്ടില്ല. അവിടെ നമ്മള് ചിലപ്പോ അതിന്റെ പുറകിലാ കൊണ്ട് അപ്പൊ ഞാനിപ്പോ മിനിയാന്നും കൂടി പറഞ്ഞു, അവിടുന്ന് ഒരു പൈപ്പ് ഇട്ട് നമ്മളെ അതിലേക്ക് വെള്ളം ഒഴുക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം ഫില്ല് ചെയ്തെടുത്ത് ക്രമേണ 3-4 കൊല്ലം കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അപ്പോ ആ ഒരു ഇതിന്റെ താഴെയുള്ള കബറുകളൊന്നും ഇപ്പൊ ആരുതാന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ തുറന്നൂടെ എന്നുള്ളൊരു അതൊക്കെ പള്ളി കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. നമുക്ക് അടിയന്തരമായിട്ട് കണ്ടെത്തേണ്ടത് നമ്മുടെ ഖബർസ്ഥാൻ. അതുപോലെ നമ്മുടെ ഈ താഴെക്കൊടിനെ സംബന്ധിച്ച് മതി. താഴെക്കൊടിനെ സംബന്ധിച്ചപ്പോ ഏതാണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി കോളേജ് കാര്യങ്ങളൊക്കെ ആയി പള്ളിയായി ഒക്കെ ആണെങ്കിലും ഒരു വിഷയം വന്നാൽ ഒരു ഊണ് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും അതൊരു വിഷയമാണ്. നല്ലൊരു ഹോട്ടലിൽ ഞാനിവിടെ ഒരാളോട് പറഞ്ഞു, കമ്മിറ്റിയിൽ നമ്മൾ കുളത്തിന്റെ അടുത്ത് നല്ലൊരു ഹോട്ടൽ ബിൽഡിംഗ് കെട്ടിത്തരാം. ആ ആളിനോട് അതിനു വേണ്ട സാമ്പത്തികം ആദ്യം തരാം, അഡ്വാൻസ് ആയിട്ട്. അപ്പോ ഇതേവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. അത് നിർബന്ധമാണ്. പറഞ്ഞാല് ഞാനാണ് അതിവിടെ ഒരു ആവശ്യമാണ്. ഒരു ഊണ് ഇവിടെ പെരുന്നവണ്ണമാണ്. കരിക്കിലത്താണിയിൽ അവിടെ ഊണല്ലേ, എവിടെയില്ല. നല്ല ഹോട്ടലാ കുളത്തിന്റെ അടുത്ത്. അവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ കഴിയും. ഇതിലൊന്നും ഹോട്ടൽ നടത്താൻ കഴിയില്ല. പിന്നെ മാത്രല്ല അതുപോലെ തന്നെ ആ പള്ളിക്കുളവും നമുക്കൊന്നും ഈ പള്ളിക്കുളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ കൊടുവായത്തിൽ ആംറ്റിയൊക്കെ ഉണ്ടായിരുന്ന കാലം, കാസിമിന് ഇവിടെ ഒരു ബട്ടൺ ഹൗസ് ഉണ്ടായിരുന്ന കാലം. ആ സമയത്ത് ആംറ്റിയൊക്കെ പറഞ്ഞു, അന്ന് ഈ പള്ളി ഒന്ന് നേരാക്കിയതിന് ശേഷം നമുക്ക് ഇനി അംസഭ എന്ന് വിളിക്കാൻ നമുക്ക് ആംറ്റിയൊക്കെ നമുക്ക് ഈ പള്ളിക്കുളം നേരാക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ആചാര്യ, നമുക്ക് തുടങ്ങുന്നതാണ്. ഞാനും മൂപ്പര് കാശ്മീർ പീടിയിലാവും. ഞങ്ങളിങ്ങനെ നടന്ന് ആ കാലത്ത് 5000 റുപ്യ കിട്ടിയത്. അതില് ഞങ്ങള് 90-ലൊക്കെ മുമ്പായിരുന്നു. അതില് ഞങ്ങള് മൂപ്പര് നാട്ടുകൂടി പിരിക്കാൻ പോയി. അപ്പൊ അതില് മൂപ്പരൊന്നും പറയുമ്പോ ഹംസപ്പ ഇതിന്റെ പെണ്ണുങ്ങളെ വിടാട്ടാൻ പറയാം. അങ്ങനെ 8-10 പെണ്ണുങ്ങളെ വിടാൻ. അപ്പൊ എന്താണ്, മൂപ്പര് കല്യാണം കഴിക്കും, ഡൈവോഴ്സ് ചെയ്യും. അങ്ങനെയാണെങ്കിലും അവിടെ മൂപ്പര സ്ഥലങ്ങളൊക്കെ ജാമ്യക്ക് കൊടുത്തിട്ടാ പോകുന്നത്. ജാമ്യക്കല്ല, മറ്റേ ഇസ്ലാമിക കോളേജിന് കൊടുത്തിട്ടാ, ജാമ്യത്തിലെ കോളേജിന് കൊടുത്തിട്ടാ. അങ്ങനെ അന്ന് നേരാക്കിയതാ, പിന്നെ നേരാക്കിയിട്ടില്ല. നമ്മളെ ഈ ബന്ധപ്പെട്ടേ നമ്മളെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉദയത്ത് നമ്മള് ഒരു സംഘടിത പരിപാടിയും എല്ലാം മാലിന്യമുണ്ട്. ഇവിടെ നമ്മള് മുസാദ എന്നുള്ളൊരു സംഘടന, അത് പിന്നെ നമ്മളെ മയമൂട്ടിയൊക്കെ ആയിരുന്നത് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. മയമൂട്ടി അതിന്റെ പുറത്ത് KN മയമൂട്ടിയാണ് ആ സംഘടന ഒരു കേസും കൊണ്ട് നടന്നത്. അപ്പൊ അത് അവര് 3-4 കൊല്ലമായിട്ട് നിർത്തിയപ്പോഴാണ് കഴിഞ്ഞതിന് മേലത്തെ കൊല്ലം ഉദയത്ത് നമുക്ക് കമ്മിറ്റി എന്നും ആള് ആവശ്യപ്പെടുന്നതാണ് കമ്മിറ്റി ഏറ്റെടുക്കണം. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ആദ്യത്തെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് അവസാനം ഈ പറഞ്ഞ മാതിരി ഇനി മതി എന്ന് പറയും. 29 എണ്ണം, പിന്നെ ഒരെണ്ണം വേറെ 30 എണ്ണായപ്പോ ഇനി മതി എന്ന് പറയും. കൈകാര്യം ചെയ്യണ്ടേ. അങ്ങനെ 1400 വീടിന് പുറമേയുള്ള ആളുകൾക്കൊക്കെ ആര് താമസം അവർക്കൊക്കെ എല്ലാ വാടകക്കാർക്കും എല്ലാവർക്കും എത്തിക്കാൻ വലിയൊരു പദ്ധതിയായിട്ട് വർഷങ്ങളായിട്ട് ആവറേജ് 225 കിലോ തൂക്കം വരുന്ന 30 എണ്ണാണെന്ന് നമ്മള് അടുത്തത് 225 കിലോ തൂക്കം 250 ഉണ്ട്. 225 കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തു, അതിൽ ഒന്നും കൂടി കുറച്ചു. അത്ര വലുത് വേണ്ട, അത് നമുക്ക് നല്ല രീതിയിൽ അതൊരു എടുത്തു പറയേണ്ട വിഷയമാണ്. ഈ ചുറ്റുപാടുള്ള മലയില് ഇത്രയും വീട് 1400 എന്ന് പറഞ്ഞാല് അതിന്റെ പുറത്തുള്ള 1500 പൊതി 1500 പൊതി 2 കിലോത്തിന്റെ മുകളിൽ എന്തായാലും ഫസ്റ്റില് 3.5 കിലോ കൊടുത്ത്. ഫസ്റ്റ് 3.5 കിലോ അല്ല, രണ്ടിൽ കുറയാത്ത രൂപത്തിൽ എന്നും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് നമുക്ക് അത് തുടർന്ന് നമുക്ക് നടത്തണം.
അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ താഴക്കോടിൻ്റെ ഈ മഹലിൻ്റെയും ഈ ദീനീ രംഗത്തും ഇതിന് പ്രവർത്തിച്ച ഉസ്താദുമാർ, ദീനിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, കമ്മിറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, അങ്ങനെ പ്രമുഖർ, സാമ്പത്തികമായി സഹായം ചെയ്തവർ, ആത്മാർത്ഥമായി ശാരീരികമായി സഹായം ചെയ്തവർ, അത് മനസ്സുകൊണ്ട് അഭിവൃദ്ധി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ പ്രമുഖരൊന്നും ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അവര് നമ്മളത് കൂടെയില്ല. ഇതൊക്കെ സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതും ഉണ്ടാവും. അവരുടെ പരലോക ജീവിതം അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ നമുക്കും ഒന്നിച്ച് ഒത്തുചേരാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് ഒരുക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ കൃത്യമായി തന്നെ നമ്മളെ 3 എപ്പിസോഡിലാണ് ബഹുമാനനായ പ്രസിഡന്റ് ഇന്ന് നമ്മൾ ഒതുക്കി തന്നത്. 3 മണിക്കൂർ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ഏതാണ്ട് A to Z എന്ന് തന്നെ ഞങ്ങൾ പറയും. കാരണം ഞങ്ങളുടെ ഈ ഒരു വ്യാപാരികളുടെ ചരിത്ര പുസ്തകം എന്ന് പറയുമ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. ഞങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി തന്നെ ഈ നമ്മളെ താഴക്കോട് ജുമാ മസ്ജിദിന്റെ ആ ഒരു ചരിത്രം വളരെ കൃത്യമായി തന്നെ, വളരെ വാചാലമായി തന്നെ ഞങ്ങളെ ഒരു സമയം അനുവദിച്ചപ്പോൾ ഒരു 10 മിനിറ്റാണ് ഞങ്ങൾക്ക് സമയം അനുവദിച്ചത്. പക്ഷെ 3 മണിക്കൂറിലധികം അത് ഉപയോഗപ്പെടുത്തി A to Z കാര്യങ്ങൾ 3 നൂറ്റാണ്ടിന്റെ ചരിത്രം പൂർണ്ണമായി ഇന്ന് പറയാൻ ഏറ്റവും കെൽപ്പും അതിന്റെ പക്വതയും പ്രാഗൽഭ്യവും മഹലിന്റെ നേതൃപാഠവുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അക്കൗണ്ടൻസിയും മറ്റ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മഹലിന്റെ ഒരു പ്രമുഖനായി നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട നേതാവ് എന്നുള്ള നിലക്ക് എല്ലാം കൊണ്ടും ഞങ്ങൾക്കത് അനുഗ്രഹമായി എന്ന് തന്നെ എടുത്തു പറയാവുന്ന ഒരു നിലയിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇതിൽ വളരെ ഭംഗിയായി ഞങ്ങൾക്ക് സമയം അനുവദിച്ച പ്രിയങ്കരനായ ഞങ്ങളുടെ താഴക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കും താഴക്കോട് ഏരിയയിലെ എല്ലാ കാര്യങ്ങളും ഓരോ വീടുകളിൽ നടക്കുന്ന കൃത്യമായ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെതായ സാന്നിധ്യം ഉറപ്പിക്കുക. എനിക്കൊരു വളാഞ്ചേരിയിലേക്ക് എൻ്റെ ഒരു കുട്ടീനെ കെട്ടിക്കുന്ന സമയത്ത് അവിടേക്കോ എവിടേക്ക് നമ്മൾ വിളിച്ചാലും നിക്കാനൊക്കെ ഏത് ദൂരത്തേക്കാണെങ്കിലും ഒക്കെ പോരാന് നമ്മളെ കൂടെ ഏത് വാഹനത്തിലാണെങ്കിലും ഒക്കെ കൂടാനും പോരാനൊക്കെ നിർബന്ധപൂർവ്വം അദ്ദേഹം എത്തിച്ചേരുന്ന ഒരു ചെറിയവനോ വലിയവനോ എന്ന് നോക്കാതെ മഹലിൽ ചിലപ്പോ പാവപ്പെട്ടവനും വലിയ സമ്പത്തുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഒരേ കണ്ണുകൊണ്ട് കണ്ട് അത് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ പ്രസിഡന്റിന് താഴക്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഈ ഒരു സമയം അനുവദിച്ചതിന് നന്ദി കടപ്പാടും വീണ്ടും അറിയിക്കുകയാണ്. ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി 2 വാക്ക് പറഞ്ഞ് നമ്മളെ ഈ ഇവിടുത്തെ നമ്മുടെ ഈ 3 മണിക്കൂറിന്റെ ആ ഒരു എപ്പിസോഡ് എന്നുള്ള 3 ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കും. നാട്ടുകാർക്ക് അതൊരു ഗുണമാകും, വരും തലമുറക്ക് അതൊരു വലിയ പാഠമാകട്ടെ എന്ന് കൂടി സമയത്തോടെത്തിക്കൊണ്ട് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ അംസുവാജി 3 മണിക്കൂർ 3 എപ്പിസോഡായിട്ട് പറഞ്ഞിട്ട് ഇനി ഒരുപാട് വിട്ടുപോയിട്ടുണ്ടാവും. വിട്ടുപോയവരും അതിനെ പറ്റിയിട്ട് പരാതിപ്പെടരുത്. കാരണം ഒരു മനുഷ്യന്റെ ഓർമ്മയിൽ നിന്നല്ലേ 3 നൂറ്റാണ്ട്, ഞങ്ങൾ 4 പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അംസുവാജി പറഞ്ഞത് 3 നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ പരാമർശിക്കപ്പെടാത്ത പേരുകൾ ഉണ്ടെങ്കിൽ അത് ഓർമ്മയിൽ നിന്ന് വിട്ടുപോയതായിരിക്കും. എന്തായിരുന്നാലും ഈ ഒരു അഭിമുഖം അത് താഴെക്കോട്ടെ നാളത്തെ തലമുറക്ക് ഒരു അറിവ് പകരുന്നതായിരിക്കും എന്ന ആത്മവിശ്വാസത്തോടെ നിർത്തട്ടെ. പ്രിയത്തിലെല്ലാവർക്കും ഇന്നത്തെ വീഡിയോയില് നമ്മളെ സുധീർ ഭായും സുധീറും കൂടി ഇന്ന് അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ഈ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.